എല്ലാവരും ഇവളെ കുറ്റം പറയുക. ചിലർക്ക് ഇവളെ ഇപ്പോൾ പേടിയാണ്. പക്ഷേ 1000 വട്ടം ഇവൾ കൈകൂപ്പി പറഞ്ഞു താനല്ല അത് ചെയ്തതെന്ന്. എന്നിട്ടും ആരും വിശ്വസിക്കുന്നില്ല. സംഭവം ഇങ്ങനെയാണ്. ഒന്നാം പാപ്പാൻ ആനയ്ക്ക് തീറ്റ കൊടുക്കാനായി രാത്രിയിൽ പോയി. പിന്നെ ആളെ കാണുന്നത് പരിക്കേറ്റ നിലയിലാണ്. എങ്ങനെയോ കാൽ തെറ്റി നിലത്ത് വീണു. അത് ഗുരുതര പരിക്കായിരുന്നു. പാപ്പാൻ മരിച്ചു. അതിനുശേഷം ആ കൊലക്കൊറ്റം മുഴുവൻ ഈ പാവത്തിൻ്റെ മുകളിൽ ചാർത്തി. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? രണ്ടാം പാപ്പൻ തന്നെ പറയട്ടെ. പട്ടാണോ? പട്ട വേണോ നിനക്ക്? പട്ട വേണോ? പത്ത് വേണോ? പട്ട വേണോ നിനക്ക്? ഒന്നൂർത്തായിട്ടാ എടുക്കട്ടാ. ഉറക്ക വിളിച്ചേ, ഉറക്ക വിളിച്ചേ, ഉറക്ക വിളിച്ചേ, ഉറക്ക വിളിച്ചേ. ഒന്നുകൂടെ, ഒന്നുകൂടെ. പോടാ കാലാണ്. ഇനി ഒരു വന്നേ, ഇനി വന്നേ, ഒരു മണ്ണേ, ഇനി വണ്ണേ. വിശപ്പടിച്ചിരിക്കുക. കാരണം ഇന്നലെ നമ്മൾ രാത്രി പോയല്ലോ കേട്ടോ. രാവിലെ വന്നിട്ട് പട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശപ്പും ഇപ്പോൾ കഴിവപ്പയ്ക്ക് ആ ക്ഷീണന്മാരെപ്പയ്ക്കും പുള്ളിക്കാലത്തിൻ്റെ നമ്മളെപ്പോലെ. ചേട്ടാ അന്ന് എന്താണ് സംഭവിച്ചത് ചേട്ടാ? ഒരു 9 ആന പട്ടയിടാൻ പോയി. പട്ടയിട്ട് കൊടുത്തു. അപ്പോൾ ആന പട്ട ഉൾപ്പെടെ എടുത്ത വഴിക്ക് ആന പട്ട ചവിട്ടിക്കായിരുന്നു. അങ്ങനെ ആന മുന്നിൽ വീഴുന്നു. ആന ഇട സൈഡ് നിർത്തോണ്ട് വല സൈഡ് കൊണ്ട് വെച്ച് കുത്ത എന്തോ ചെയ്യുന്നത് കണ്ടില്ല. ഇരുട്ടായിരുന്നു. വിളി വിഷ്ണു എന്നുള്ള വിളി കേട്ടിട്ടാണ്, വിഷ്ണു എന്നുള്ള വട്ട എന്നുള്ള വിളി കേട്ടിട്ടാണ് ഞാൻ ഓടിപ്പോകുന്നത്. ഓടിപ്പോയപ്പോഴേക്കാണ് അപ്പോഴും നമ്മൾ കണ്ടില്ല. അവിടുന്ന് അണ്ണ എടുത്തോണ്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ കൊണ്ട് കിടത്തിയത്. ആ ബ്ലഡ് പാടാതെ കിടക്കുന്നത്. ഇവിടെയാണ് കിടത്തിയത്. ആ ബ്ലഡ് പാട് കുഴപ്പമുണ്ട്. ഇവിടെ കൊണ്ട് ഈ ബൈക്കിൻ്റെ ഇപ്പുറം വന്നപ്പോഴാണ് കുടൽ വിളി കിടക്കുന്നത് കണ്ടത്. എൻ്റെ ഇടുപ്പിൽ പിച്ചാത്തി ഇരിപ്പുണ്ടായിരുന്നു. പിച്ചാത്തിൻ്റെ ടോർച്ച് എപ്പോഴും എൻ്റെ ഇടുപ്പിൽ കാണും. എൻ്റെ ഇടുപ്പിൽ എപ്പോഴും പിച്ചാത്തിൻ്റെ ടോർച്ചും കാണും. ഇതേപോലെയാണ് സംഭവിച്ചത്. എന്താണെന്ന് അറിയില്ല. രാത്രി 9:30 ആയപ്പോഴേക്കാണ് സംഭവിക്കുന്നത്. 9:20, 9:30 അപ്പോഴേക്ക് 108 വിളിച്ച് വന്നില്ല. നമ്മൾ കൂട്ടുകാർ ആനന്ദ് എന്നുള്ള പയ്യനുണ്ട്. അവൻ വേറെ ആംബുലൻസ് വിളിച്ച് വിട്ടു. അതിലാണ് നമ്മൾ മെഡിക്കലോട്ട് പോകുന്നത്. വെളുപ്പിലെ 5 മണിയായപ്പോഴേക്കാണ് പോയി. 22 കൊല്ലം ഞാൻ കൊണ്ടുവന്ന എൻ്റെ ആശാൻ. ചേട്ടൻ്റെ ആശാനായിരുന്നു. എൻ്റെ ആശാൻ. ഞാൻ ഈ ചോറ് വാരത്തിന് എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞാലും എൻ്റെ അമ്മയാലും ഈ ചോറ് വാരത്തിന് എന്നെ പ്രാപ്തനാക്കി വിട്ടത് എൻ്റെ ആശാനാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്ര ഗ്യാപ്പുണ്ട്. ഇരുട്ടാ, ഒന്നും കാണാൻ പറ്റുന്നില്ല. ശബ്ദം കേട്ടിട്ടാണ് ഇവിടെ നിന്ന് ഞാൻ ഓടുന്നത്. ഇതിനു മുമ്പ് അങ്ങനെ ആക്രമണ അല്ല, പുള്ളിക്കാരന് വേറെ കാലം. ഞാനിപ്പോൾ പുള്ളിക്കാരൻ്റെ 10-15 കൊല്ലമായി പോയി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2-3 കൊല്ലമായി സ്ഥിരം നിൽക്കാൻ തുടങ്ങിയിട്ട്. അണ്ണൻ 2 കൊല്ലമായി സ്ഥിരം നിൽക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനത്തെ ഇന്നേ വരെ വേറെ അലിമ്പ് പുള്ളിക്കാരൻ കാണിച്ചിട്ടില്ല. ചേട്ടൻ ഈ ആനയ്ക്ക് മതപ്പാട് എങ്ങനെയായിരുന്നു? മതപ്പാട് 7-ാം മാസം കെട്ടും. 1-ാം മാസം കഴിക്കും. 1-ാം മാസം ലാസ്റ്റ് കഴിക്കും. അതായത് ഒരു 5 മാസം 4 മാസം കണക്കാണ് പുള്ളിക്കാരൻ കണക്ക്. ഞാനൊരു 7-ാം മാസം കയറി കെട്ടും. ജനുവരി ലാസ്റ്റ് ആകുമ്പോഴേക്കാണ് ആന കഴിക്കുന്നത്. നമ്മൾ മാക്സിമം ഒരു 50 പരിപാടിക്കകത്ത് എടുക്കത്തുള്ളൂ. കൂടുതൽ പോകത്തില്ല. ഇത് മോലാലിൻ്റെ ചില പിള്ളയാണ്, എൻ്റെയും ചില പിള്ളയാണ്. എല്ലാ വർഷവും ഏത് മാസമാണ് മതപ്പാട് കളയണം സാറിന്? ഓരോ ആനയ്ക്ക് ഓരോ രീതിയാണ്. ഈ പുള്ളിക്കാരനെ കർക്കിടം കഴിയപ്പോഴേക്കും തുടങ്ങും. അപ്പോഴേക്കും നമ്മൾ കർക്കിടകം ഒരു 6 മാസമാവും. 7-ാം മാസം കയറ്റി ട്രീറ്റ്മെൻറ്റ് തുടങ്ങും. ഒരു 8-ാം മാസം കഴിയുമ്പോഴേക്കും 1 മാസം ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഒലിക്കും. ഒരു 90 ദിവസം 100 ദിവസമൊക്കെ അന്തസ്സായിട്ട് വേറെ കുഴപ്പമില്ലാതെ എനിക്ക് ഒലിക്കും. ഒരു കുഴപ്പമില്ല. ഒലിവിലായപ്പോലും എനിക്കായാലും അണ്ണനായാലും ചെന്നിരിക്കുകയും കഴിയുകയും എന്ത് വേണോ ചെയ്യാം. ഇതെന്ത് ചെയ്തതെന്ന് ദൈവം സഹായിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ പെട്ടെന്ന് അത് അറിഞ്ഞൂല്ല അല്ലേ എന്താണ് സംഭവം? ഇരുട്ടല്ലേ ഏട്ടാ. ഇപ്പോൾ വെട്ടമുണ്ട്. ഒരു 7 മണി അങ്ങോട്ട് വെട്ടമല്ല. നമ്മൾ റൂമിൻ്റെ ഫ്രണ്ട് മാത്രമേ വെട്ടുള്ളൂ. എന്നും ഒന്ന് അണ്ണൻ പട്ടയിട്ട് കൊടുക്കാൻ പോകും, അല്ലെങ്കിൽ ഞാൻ പട്ടയിട്ട് കൊടുക്കാൻ പോകും. നമ്മൾ ഡെയിലി കണ്ടിന്യൂ ചെയ്യുന്ന കാര്യമില്ലേ. അതിലെന്ത് സംഭവിച്ചതെന്ന് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. സംഭവം അണ്ണൻ ആ തലയിൽ നിൽക്കുകയായിരുന്നു. അവിടെ പട്ടയിട്ട് കൊടുക്കാൻ പോയപ്പോഴേക്കും അണ്ണൻ പട്ടയിട്ട് കൊടുത്തിട്ട് അണ്ണൻ തിരിഞ്ഞു മുമ്പ് അണ്ണൻ പട്ട ചവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പട്ട വലിച്ച കൂട്ടത്തിൽ അണ്ണൻ ഫ്രണ്ടിൽ വീഴുന്നു. അപ്പോൾ ഇരുട്ടല്ലേ. ആനയും പേടിച്ചു. എന്താ ഉപദ്രവിക്കുന്ന ആനക്കാരനാണോ എന്നൊരു പിടുത്തമില്ലായിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അണ്ണൻ എന്നെ വിളിച്ചു. എൻ്റെ പേര് വിഷ്ണു എന്നാണ് വിളിക്കുന്നത്. എന്നെ വട്ടാന്നാണ് വിളിക്കുന്നത്, എല്ലാം അറിയപ്പെടുന്നത്. വിളിച്ചു. ഞാൻ ഓടി വന്നു. അപ്പോൾ ഈ അണ്ണ എടുത്തോണ്ട് പക്ഷേ അങ്ങനെ കാണുന്നില്ല. ഞാൻ അവിടെ പോയപ്പോൾ കാണുന്നത് കുടൽ വിളി കിടക്കുന്നത്. അപ്പം ഇരുട്ടത്തെ അബദ്ധം സംഭവിച്ചു പോയതാണ് എനിക്ക്. അത് ആരാണെന്ന് എന്താണെന്നും എനിക്ക് തിരിച്ചറിയാതെ പറ്റിപ്പോയതാണ്. അതിലൂടെ ഒരു കൊമ്പും നഷ്ടമായി. വലത്തെ കൊമ്പ് ഒടിഞ്ഞു. അതിന്റെ വേദനയും കാര്യമൊക്കെ ഉണ്ടാവും തുടർന്ന്? അല്ല, അത് കൊമ്പ് നമ്മൾ ഈ ഫുള്ള് പൂർണ്ണമായി അകത്തുനിന്നല്ല ഇപ്പോൾ ഈ പീളിക്ക് അകത്ത് വെച്ച് പല്ല് പകുതി ഒടിഞ്ഞ ഒടിഞ്ഞു പോകുന്നതാണ്. പുള്ളിങ്ങനെ വളർന്നിറങ്ങും. കുഞ്ഞാണ് കൂടിയല്ലേ, 26 വയസ്സ് പ്രായമുള്ള കേട്ടോ. ഇറങ്ങി വരും. ബോ 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 ഇങ്ങ് വണ്ണേ നാറി നാറി നാറിക്കൊച്ചർ എവിടെ? ഉറക്ക വിളിച്ചേ.
ഇന്ന് വിളിച്ചേ അവർക്ക് ഒന്നല്ല വിളിച്ചേ എന്താ കുലുക്കി വിളിച്ചേ ഇങ്ങനെ ആട്ടി വിളിച്ചേ ഒരു മണ്ണിന് കേട്ടോ തിന്നോ ശരി മക്കളെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലേ? വിളിച്ചു നോക്കി റിപ്ലൈ. ഞാൻ ഈ ശബ്ദം കേട്ടില്ല, ഇന്നലെ അവിടെ ഇരുന്നേ അണ്ണന്റെ വിളി കേട്ടിട്ടാണ് ഞാൻ എണീച്ച് വരുന്നത്. തീർച്ചയായും ബിസ്ക്കറ്റ് വേണോ പട്ട വേണോ എന്ന് ചോദിച്ചാൽ പുള്ളിക്കാരൻ മറുപടി പറയും. വിളിച്ച് ഇപ്പം കേൾക്കുന്നില്ല പട്ടാന്നൊണ്ടിരിക്കുക. ചേട്ടൻ്റെ കയ്യിൽ ഒരു കവറുണ്ടെങ്കിൽ പുള്ളിക്കാരൻ വിളി കേൾക്കും. വിളിക്കുന്ന കേട്ടോ കേട്ടോ വിളിക്കുന്ന കേട്ടോ അവരും തിന്നാൻ കൊണ്ടതില്ല. ഞാൻ കഴിയാനാ അവർ ചുമ്മാതെ കേവനം നോക്കിക്കൊണ്ടുവന്നത്. പുള്ളിക്കാരൻ എപ്പോഴും തിന്നാൻ വേണം. ഇഷ്ട ഭക്ഷണം ബിസ്ക്കറ്റാണ്. അടുത്തേട്ടാ ചേട്ടാ എന്ത് പറ്റിയെന്ന് ചോദിക്കാനുള്ള സാഹചര്യം എനിക്കില്ലായിരുന്നു. അതെൻ്റെ ചേട്ടനാ. ആശാനും ചേട്ടനും അണ്ണനും എല്ലാ പോലുള്ള ഒരാളാണ്. അല്ല ആന തിരിച്ചറിയുന്നുണ്ടോ ഒരാള് ഇല്ലെന്നുള്ള? എനിക്കറിയാൻ പറ്റും. ആന ചെയ്ത അബദ്ധമാണെന്നും എനിക്കറിയാം. നമ്മളൊരു പല്ലളയിൽ പോയപ്പോൾ ഉള്ള ഫീൽ പോലെയാണ് അവിടെ കൊമ്പൊടിഞ്ഞ് പോയപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടു. അതിൻ്റെ പേടി ആക്രാന്തി പുള്ളിക്കാരനുണ്ട്. ഇവിടെ വെച്ചായിരുന്നോ അവിടെ വെച്ചായിരുന്നു? അല്ല അവിടെ വെച്ചായിരുന്നു. വേറെ ആനയുടെ ദേഹത്ത് പോകാം, ഒരു മുറിവോ അങ്ങനെ ഒരു കാര്യവും ഇല്ല. 4 കാലം ചേട്ടൻ നോക്കാം. ഒരു മുറിവോ നമ്മൾ തല്ലി പൊളിച്ചാണോ അങ്ങനെ ഉള്ളതാണെങ്കിൽ പറയാം. പക്ഷെ ഒരു മുറിവോലും ആൻ്റെ ദേഹത്ത് ഇല്ല. മാൽപ്പാട കഴിഞ്ഞാൽ പോലും നമുക്ക് കെട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല. വരാവുന്ന ഒരു ദിവസം ഇവിടെ മാറ്റിയെടുത്താൽ ഒരു സപ്പുറത്ത് മാറ്റിയെടുത്താൽ കഴിച്ചുകൊണ്ട് പോകും. സ്ഥിരം നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങനെ തല്ലി അയക്കേണ്ട ആവശ്യമില്ല. ഈ മതപ്പാട് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ പിന്നെ പുറത്ത് കൊണ്ടുവന്നു? സാധാരണ മതപ്പാട് കഴിഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് ഫിറ്റ്നസ് കിട്ടിയിട്ടേ പുറത്തിറങ്ങുള്ളൂ. പിന്നെ സർട്ടിഫിക്കറ്റ് ഡോക്ടർ വന്ന് ഫിറ്റ്നസും തരും, ടി ടി എടുക്കും. 6 മാസം ടി ടി എടുക്കും. അത് ആദ്യം മതപ്പാട് കഴിഞ്ഞ് നേരത്തെ പോയി ടി ടി എടുത്ത് ഒരു 3 ദിവസം കഴിഞ്ഞ് വിരക്കുള്ള മരുന്ന് കൊടുക്കും. അത് കൊടുത്ത് ഫുള്ള് ക്ലിയർ ആയിട്ട് ഫിറ്റ്നസ് കിട്ടിയിട്ടേ പുറത്തിറങ്ങുള്ളൂ. ഇനിയിപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്യാൻ വരുമോ? ഇനിയിപ്പോൾ ഈ സംഭവം നടന്നു അറിയത്തില്ല. ഉണ്ടാവില്ലേ? പേപ്പറിൽ നമ്മളെ ക്ലിയറാണ്. ആനയുടെ പേപ്പറും എൻ്റെ ലൈസൻസ് ഉള്ള കാര്യങ്ങൾ.